So welcome back to my channel. It's me Zero. So ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് വീഡിയോ അല്ല, പകരം റോബ്ലോക്സ് കുറച്ച് ചില ആൾക്കാർ കളിക്കുക, നിങ്ങൾക്ക് ചില ആൾക്കാർ കളിക്കലുണ്ടെന്ന് തോന്നുന്ന റോബ്ലോക്സ്. ബട്ട് നമ്മൾ റോബ്ലോക്സ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ റോബ്ലോക്സ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ചാനൽ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് സെക്കൻഡ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ പോസ്റ്റാണെന്ന് ചോദിച്ചു. പിന്നെ വിചാരിച്ച് എന്തായാലും പോസ്റ്റ് ചെയ്യാം, വേറെ സീൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്തതാണ്. സോ ബൈ ദ വേ ഇന്നൊരായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ PC റെക്കോർഡ് ചെയ്യുന്ന അത് ഉടൻ തന്നെ വരും. കുറച്ച് പണിയുണ്ട്, അത് ഇപ്പോൾ ഉടൻ തന്നെ വരും, പഠിക്കണ്ട. സോയ നമ്മൾ കളിക്കുന്നത് 99 Nights in the Forest. Yeah boys, 99 Nights in the Forest. അപ്പം റോബ്ലോക്സിലെ പോപ്പുലർ ഗെയിമാണ്. സോളോ കളിക്കുന്നില്ല, സോളോ ആണ് കളിക്കുന്നത് നമ്മൾ. ഓക്കെ റൈറ്റ്, ഒരു ബോട്ടം നമുക്ക് ഗൈസ്. ഓക്കെ സോ ഞാൻ ക്ലാസ് എടുത്ത് ഇരിക്കുന്ന ലംബർ ജാക്കാണ്. എൻ്റെ അടുത്ത് മെഡിക്കുണ്ട്, ബട്ട് ഞാൻ മെഡിക്ക് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് മെഡിക്ക് വേലുകൾ ഇഷ്ടം. കാരണം ഏർലി ഗെയിംസിൽ നല്ലതല്ല, ഏർലി ഗെയിംസിൽ മെഡിക്കൽ അല്ല, ഏർലി ഗെയിംസിൽ ലംബർ ജാക്കാണ് ബെസ്റ്റ്. കാരണം ഡബിൾ ലോഗ്സ് ആൻഡ് സാപ്ലിംഗ് ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ഒരു കുളം എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം. ലെവൽ 2 കണ്ട വയസ്സ് ഞാൻ പറഞ്ഞത് നമുക്ക് വേഗം സ്പീഡ് ഉണ്ടെയാ ഈ ഒരു ക്ലാസ്, മീൻസ് ഒരു ക്ലാസ്സില്ല, ഒരു ക്ലാസ് സിമ്പിളാ സ്പീഡ് ഉണ്ടെയാ. 99 Nights ബേസിക്കലി എനിക്കൊന്നും സോ ബേസിക്കലി 99 Nights അറിയാത്തവർക്കൊന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സർവൈവൽ ഗെയിമാണ്. മൈൻക്രാഫ്റ്റ് പോലെ തന്നെ, മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഒന്നുമില്ല, സർവൈവൽ ഗെയിമാണ്. മൈൻക്രാഫ്റ്റ് പോലത്തെ ഒരു സർവൈവൽ ഗെയിം. ബേസിക്കലി എന്ന് വെച്ചാൽ ഞങ്ങൾ സർവൈവ് ചെയ്യുക, പിന്നെ ആ 4 കുട്ടികളുണ്ട്, അവരെ രക്ഷിക്കണം. അതാണ് ഞങ്ങളുടെ ജോലി. പിന്നെ ഇപ്പം വന്ന കുറേ അപ്ഡേറ്റിൽ എന്തെല്ലോ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് എന്താ പറയുക, ഇപ്പോൾ കുറേ ഏരിയൻ്റെ അപ്ഡേറ്റ് എല്ലാം വന്നതിന് ശേഷം കുറേ മാറ്റങ്ങളുണ്ട്. ഉറക്കാനാണ് വന്നത്, ഗെയിം റിലേറ്റഡ് ആയിട്ട് എല്ലാം. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ പഴയ വരുന്ന ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ കാണിച്ചില്ല. സോ നമുക്ക് നല്ലതായി റിവോൾവർ കിട്ടി. ഞങ്ങൾ വേറെ ക്രാഫ്റ്റിംഗ് ടേബിൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് വുഡ്സാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വുഡ് സാക്ക് നമ്മൾ ഇന്നായിരിക്കും കിഡ്നി ഇന്ന് രക്ഷിക്കാം. ഇപ്പോൾ ഞാൻ ഇപ്പം മിസ്സായാൽ. സോ ഞാൻ ഒരു ഗെയിമിൽ ഞാൻ പ്രോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ സോളോ ചെയ്തിട്ട് ഇതുവരെ 90 Nights എത്തിയിട്ടില്ല. ഈ ടാം എടുക്കും എൻ്റെ ഉള്ളിൽ കയറി. ഇതുവരെ സോളോ ചെയ്തിട്ടില്ല 90 Nights. സോളോ ചെയ്തിട്ടില്ല. ഡോ ആൻഡ് 3 ഓൺ ചെയ്തിന്. പിന്നെ ഡോ ചെയ്യാൻ ഈസിയാണല്ലോ, കാരണം ആൾക്കാരും കുറവാൻ പിന്നെ ഈസി പോകും. അവിടെ തന്നെ ഉണ്ടല്ലോ സിമ്പിളായിട്ട്. തീരെ ചെയ്യുന്നില്ല. 1 ടാപ്പ് ആകുമ്പോൾ നമ്മൾ പോയി എടുക്കും. ഇത് നമുക്ക് ആക്ച്വലി നല്ലതാണ്. ലേറ്റ് ഗെയിംസിൽ ഏർലി ഗെയിംസിലെല്ലാം നല്ലത് തന്നെയാണ്.
combo. Wait, it reload. Okay, turn to difficulty. Okay, more wolf it. Wait, the last wolf. Simple slow. And like so kidneyo bedle kidum bedle ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലയർ കൂടുകയും ചെയ്യും പിന്നെ കുറച്ച് സ്റ്റേ കൊടുക്കും മൾട്ടിപ്ലയർ കൂടുകയും ചെയ്യും ഡേയ്സൊക്കെ ഫാസ്റ്റായിട്ട് പോവുകയും ചെയ്യും സോ അതൊരു നല്ലതാണ് ഫീൽ നമുക്ക് അപ്ഗ്രേഡ് കുറവാണെന്ന് തോന്നുന്നു അറിയില്ല കോള് കിട്ടിയ ലെവൽ 4 ആയോ ഇതിൽ ഇല്ല ലെവൽ 4 ആക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് റീലോഡ് ചെയ്യാം ഇനി നമുക്ക് ലൈക്ക് ലെവൽ 4 ആക്കാം നാളേക്ക് പിന്നെ ഒരു ബണി ഫുഡ് ഫുഡ്സ് ഒരു ബണി ഫുഡ് പിന്നെ ഓക്കെ വന്ന് രാവിലെ ആയി മൾട്ടിപ്പിൾ ഉണ്ട് ഓക്കെ ലെവൽ 4 സാപ്പ് നമുക്ക് ബണ്ണി ഫുഡ് കിട്ടിയ ഫുൾഫിറ്റില്ലേ ഓക്കെ നമുക്ക് ബണ്ണി ഫുട്ടേ ഉണ്ട് ഓക്കെ കുട്ടി അങ്ങനെ പെൽറ്റ് കൊടുത്ത് നമുക്ക് നല്ല ട്രേഡ്സ് കിട്ടും വെയിറ്റ് ഗുഡ് സാക്ക് എന്നെ പെൽറ്റ് കൊടുത്തിട്ട് നമുക്ക് സ്പീഡ് എടുക്കാം സ്പീഡ് നമുക്ക് ഇഷ്ടം ഈസിയാണ് സെക്കൻഡ് ഹീറ്റിനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇന്നെന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങോട്ട് 200 മീറ്റർ അങ്ങോട്ട് എന്നാലും നമുക്ക് ഇന്ന് നമുക്കൊരു എക്സ്പ്ലോറേഷൻ ഡേ അതുപോലെ ആക്കാം ബേസിക്കലി എക്സ്പ്ലോറേറ്റ് നമുക്ക് ആക്കാം പിന്നെ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ട് അത് നമുക്ക് ലൈക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടില്ല നമുക്കൊന്ന് കുറച്ച് ഒരു ഫ്യൂൽ സ്റ്റേബിളാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊന്ന് ഓ മൈ ഗോഡ് ഹോസ്പിറ്റലൈസ് ബേസിക്കലി ഹോസ്പിറ്റലിൽ കുറേ ബാൻഡേജസ് ആൻഡ് സ്ക്രാപ്പ് ആൻഡ് മേ ബി സംടൈംസ് എ കേക്ക് ഉണ്ടാവും സോ നമുക്ക് കയറി നോക്കാം ഓ ബാങ്കും ഉണ്ട് എൻ്റെ അടുത്ത് കണ്ടിട്ടില്ല ഒരു ആൽഫ വോൾഫും ഉണ്ട് എൻ്റെ അടുത്ത് വെയിറ്റ് ഓക്കെ നമുക്ക് ആൽഫ വോൾഫിനെ നമുക്ക് വന്നിട്ട് ലൂട്ട് ചെയ്യാം ഓ നമ്മുടെ ലക്ക് ഇൻസൈനാണ് ലക്ക് എന്ന് വെച്ചാൽ ഉൾപ്പെട്ടോൺ ഒന്നും പറയാൻ വാക്കുകൾ നമുക്ക് ബാങ്ക് ലൂട്ടിച്ച് നമുക്ക് ഈ പെൽറ്റ് കൊടുക്കാം എന്നിട്ട് ഇത് മേ ബി ഒരു ഗോൾഡൻ ചെസ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സിൽവർ ചെസ്റ്റ് ഓ മൈ ഗോൾഡൻ ചെസ്റ്റ് ഓക്കെ പ്ലീസ് ഗുഡ് ആക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് റൈഫിൾ അങ്ങനെ എന്തെങ്കിലും ഗുഡ് ആക്സ് നമുക്ക് ജാംസ് ആക്കി നമ്മൾ സോ ഇനി നമുക്ക് ഉൾപ്പെട്ട് എടുത്തിട്ട് നമുക്ക് സ്ട്രോങ് ആക്സ് എടുക്കാം വെയിറ്റ് സമയമുണ്ടോ ഞങ്ങൾക്കറിയില്ല കാരണം നമ്മളിത് ലൈക്ക് സ്ക്രീനിൽ ലൈക്ക് കാണിക്കുന്നില്ലല്ലോ ഞാൻ ഡേയിൻ്റെ ലൈക്ക് സൺഡേയിൽ വാങ്ങിക്കണം പെട്ടെന്ന് തന്നെ ഓക്കെ നമുക്ക് എന്തായാലും ഇതൊരു നല്ല റണ്ണാണ് ഡെഫിനറ്റ്ലി ഒരു നല്ല റണ്ണാണത് പക്ഷെ നമുക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോകാം കാരണം നമുക്ക് ഇൻസ്റ്റൻറ്റ് ആൽഫ ഫുൾ പെൽറ്റ് സ്ട്രോങ് ആക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് കൊടുക്കും ഓക്കെ വെയിറ്റ് നമുക്ക് സ്ട്രോങ് ആക്സ് കൊടുത്തിട്ടില്ല റൈഫിൾ ധാരാളം തന്നെ അടുത്ത വരുന്ന ബെയർ പെൽറ്റ് ഓക്കെ ഡബ്ല്യു എന്തായാലും അതൊരു ഡബ്ല്യു ഇതായിരുന്നു എക്സ്പ്ലോറേഷൻ ഡെഫിനറ്റ്ലി ഒരു ഡബ്ല്യു നമുക്ക് തോന്നിയത് അങ്ങനെയായിട്ടാണ് തോന്നിയത് ഓക്കെ നമുക്ക് കുറേ സ്ക്രാപ്പ് ഉണ്ട് അതെല്ലാം എടുത്തിട്ട് 22 സ്ക്രാപ്പ് നമുക്ക് വേഗം തന്നെ ക്രാഫ്റ്റിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ ലൈക്ക് കുറേ വേഗം നമുക്ക് ജയൻസ് ആക്കണോണ്ട് തന്നെ ലൈക്ക് നല്ല ഉപകാരം ബട്ട് ലൈക്ക് നമുക്ക് ഗുഡ് ആക്സ് സ്ട്രോങ് ആക്സ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ട്രീസ് കണ്ടോ ഇതെല്ലാം ഇത് ഈ ഒരു വലിയ ട്രീസൊക്കെ പൊട്ടിക്കാം അത് പൊട്ടിച്ച് നല്ലതാണ് നമുക്ക് ഇതിനെക്കാട്ട് ഡബിളല്ല ത്രിബിള് മാറ്റം കിട്ടും വുഡ്
എന്നിട്ട് എന്തായാലും അതിന് നമുക്ക് നല്ലതാണ്. നമുക്ക് വേണ്ട നല്ലതാണ് അപ്ഗ്രേഡ് വെയിറ്റ് 13 വുഡ്. ഓക്കെ, നമുക്കൊരു മാപ്പ്, പിന്നെ റെഗുലർ ബെഡ്, അങ്ങനെ സെറ്റാക്കി വെക്കാം. ഓക്കെ ഓക്കെ, 10 സ്ക്രാപ്പ് 15 വുഡാണ് അടുത്ത സാധനത്തിന്. ഇപ്പം ഞാൻ വെച്ച ഈ 3 സാധനങ്ങളും അത്യാവശ്യം നിങ്ങൾ ഫസ്റ്റ് ബിഫോർ 5 days തന്നെ എടുക്കാൻ നോക്കേണ്ട സാധനങ്ങളാണ്. കാരണം ഞാനിപ്പോൾ day 3 തന്നെ എടുക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വുഡ് ചോപ്പേറ്റ് എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ കിഡിന് ഫ്യൂലെല്ലാം കണ്ടിരിക്കും. ലെവൽ 4 മാപ്പാണ് ഗോൾഡൻ സോഡും ആൻഡ് വെയിറ്റ് മാപ്പ്. നമ്മൾ മാപ്പ് ഉണ്ടാക്കി ഇതിലുണ്ടാക്കി മറന്നുണ്ട്. വെയിറ്റ് മാപ്പ് ഇൻസ്റ്റ. ഓക്കെ മാപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ബേസിക്കലി ഇത്രയാണ് സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അതാണ് മാപ്പ്. ഞാൻ അടുത്ത മാപ്പ് നല്ല ഉപകാരം. സ്ഥലം എങ്ങനെ ഞാൻ കാണാം. നമുക്കൊരു വെയിറ്റ് ഇതിൻ്റെ ഉള്ളിൽ കുറേ ബാൻഡേജസ് കിട്ടും. വെയിറ്റ് ഇത് അവർക്ക് ആക്ച്വലി OP ഗിയർ ഉണ്ട്. വെയിറ്റ് അത് എൽ ഇതാണ്. നമുക്കൊന്ന് നമുക്ക് ഇൻസ്റ്റ റീഡ് ചെയ്യാൻ അതിൻ്റെ അകത്ത് പോയി എഴുതിയെടുക്കാൻ പറയുന്നത്. വെയിറ്റ് OP ബാൻഡ് ആൻഡ് വെയിറ്റ് ഓക്കെ ആയിട്ടില്ല. വെയിറ്റ്, ഓ മൈ ഗോഡ്, ഞാൻ ചത്തി. സ്കിൻ ഇഷ്യൂസ് പക്ഷേ നല്ലതാണ്. നമുക്കൊന്നും കൂടി പ്ലേ ചെയ്യാൻ വിത്ത് സെയിം ടീം നമുക്കൊന്നും കൂടി പോകാം. ഓ മൈ ഗോഡ്, നിങ്ങൾക്കിപ്പോൾ കണ്ടതാണ് മനസ്സിലാവും. നമുക്കിപ്പോൾ കളിക്കാൻ പറ്റില്ല. കുറച്ച് നോവിഷാണ്. നമുക്ക് ട്രൈ ചെയ്യാം. എനിക്കൊന്നും ഈ വീഡിയോ ഫുൾ കഴിയുമ്പോൾ കുറേ ഇതാവാൻ ചാൻസ് ഉണ്ട്. ലെങ്ത് ഉണ്ടോ ഈ വീഡിയോ? ലെവൽ 2 ഫോർ ഇൻസ്റ്റ. ഇതാണ് നമുക്ക് ലംബർ ചാക്ക് കേരളക്ക് മെഡിക്കും അതുപോലെ തന്നെ നല്ലതാണ്. ബാലൻസ് ഇട്ടു എൻ്റെ മാക്സ് മെഡിക്കാം ലെവൽ 2 ഇത്. ഓക്കെ നൈസ്. വെയിറ്റ്, ഞാൻ കഴിഞ്ഞ ചെയ്തൊരു പൊക്കത്തിലാണ് ഈ ചേർസിലിട്ടിട്ട് ഫയറിലിട്ട്. അതാണ് ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യരുത് ശരിക്കും. ഇതിൽ ഗ്രൈൻഡറിലിട്ട ഒരു ചെയർ വരുന്ന 5 വുഡായിട്ടാണ്. 3-4 ചെയറിലുണ്ടാകുമ്പോൾ നമുക്ക് കുറേ നല്ല ഡബിൾ. ഇപ്പോൾ ഞങ്ങൾ ഒരു എന്തായാലും ഡബിൾ ആവണമെന്ന് ഇല്ല. എന്നാലും നമുക്ക് വേഗം തന്നെ ലെവൽ 4 എത്രയും പറ്റണം എത്താൻ നോക്കാം. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വുഡ് ആക്സ് സ്പിയർ ASAP അതാണ് വേണം. നമുക്ക് പംകിൻ നമുക്കൊന്ന് പകുതി HP. അത് നമുക്ക് ഫുഡിൻ്റെ കാര്യം നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല. ഫുഡ് നമുക്ക് മെല്ലാണ് നോക്കാം. പംകിൻ നേരത്തെ കൊടുക്കുമ്പോൾ നമുക്ക് പോണ വഴിക്കെല്ലാം തിന്നാല് വെറുതെ ബേസിലിട്ടിട്ട് അതിൻ്റെ സ്ഥലം വേണ്ട. വെറുതെ എന്തിനാണ്. അതുകൊണ്ട് നമുക്ക് റിവോൾവർ ഇട്ട് നല്ലതാണ്. കോൾ സ്ക്രാപ്പ് ഉണ്ട്. ഈ 3 സാധനം വേറെ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഒരു പംകിന് തന്ന നമുക്ക് വുഡ് സ്ക്രാപ്പ് ഈ പറഞ്ഞ സാധനങ്ങളുണ്ട്. നമുക്ക്
ഗ്രൈൻഡറിൽ എടുത്തിടാം. ഓക്കെ, ഇനി എന്നിട്ട് ഓൾഡ് വീഡിയോ ക്രാഫ്റ്റ് ഓൾഡ് വീഡിയോ നമുക്ക് വേണം ക്രാഫ്റ്റ് വെറുതെ സമയം കളയണ്ട. നമുക്ക് വേഗം തന്നെ എല്ലാം എടുക്കാം. എന്നിട്ട് വേഗം കട്ട് ചെയ്ത് ഓക്കെ. ഇത് പോഷൻ്റെ ഒരു സംഭവമാണ്. ഇത് നമ്മളധികം മൈൻഡ് ചെയ്യുന്നില്ല, കാരണം നമുക്കിത് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു പോഷൻ മേക്കിൻ്റെ. സോയ അതുകൊണ്ട് തന്നെ അധികം മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ ഇത് നമുക്ക് ലെവൽ 3-നുണ്ടാവും ഈ ഒരു സംഭവം. കിഡിനെടുത്തിട്ട് നമുക്ക് ഇത് ഗിഫ്റ്റ് മൾട്ടിപ്ലർ അസല്ല. നമുക്ക് മാപ്പ് ഉണ്ടാക്കാം. നമുക്ക് എക്സ്പ്ലോറേഷൻ ട്രിപ്പിന് പോകാം. ഓക്കെ കഴിഞ്ഞു. ഞാൻ കിഡിനെടുക്കാൻ പോണ വഴിക്ക് നമുക്കൊരു ഫ്ലാഷ് എന്തായാലും ഇവിടെ കയറിയിട്ട് ഫ്ലാഷ് ലൈറ്റ് ഇല്ല, വേണ്ട, നമുക്ക് തിരിച്ച് തന്ന വഴിക്ക് എടുക്കാം. ഓക്കെ, കിഡിൻ്റെ ഞാൻ കിഡിനെ അറിയാണ്ട് കിഡിന് രാത്രി കൊണ്ട് കണ്ടില്ല. എൻ്റെ മുമ്പിൽ ഓടിപ്പോയി. ഓക്കെ, ടീമിൽ നിന്നൊക്കെ നമുക്ക് റൈഫിൾ കിട്ടിയ ഓപ്പി ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഓപ്പി റിവോൾവർ ഇവൻ ബെറ്റർ അല്ല, അത് മതി. റൈഫിളല്ലെങ്കിലും എക്സ്ട്രാ പെൽറ്റർ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ വെയിറ്റ്, നമുക്ക് 230 സെക്കൻഡ്സ് ഉണ്ട്. വേഗം തന്നെ സ്പീഡ് ഉണ്ടെങ്കിൽ കിട്ടുന്ന സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് ആക്കിയിട്ട് നമുക്ക് വേഗം തന്നെ ഓക്കെ. 360 നോ സ്കോപ്പ്. ഡബ്ല്യു എയിം ചില സമയത്ത് എൻ്റെ എയിം ഓപ്പിയ ഹെഡ് ഷോട്ട്സ് 3 ഉൾപ്പെടെ എടുത്താൽ ഓക്കെ. ചില സമയത്ത് എൻ്റെ എയിം ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് എയിം. ഒരു വുൾഫ് ബെൽറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ കിട്ടി. വെയിറ്റ് വേഗം ഞാൻ ഇതെടുത്തിട്ട് നോക്കി എടുത്തു ഓക്കെ. കിഡിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. എടുത്തു ജസ്റ്റ് വേഗം ഓപ്പണായിട്ട് സ്പിയർ അല്ലെങ്കിൽ അത് ഫീൽക്കാൻ സ്റ്റാൻഡ് പിന്നെ ഫ്ലാഷ് ലൈറ്റ് എടുക്കുക. ഫ്ലാഷ് ലൈറ്റ് ലൈറ്റ് ഹൗസൊക്കെ ഉണ്ടാക്കി വേഗം പോകുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ബണ്ണി ഫുഡ് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കാം. ബണ്ണി ഫുഡ് നമുക്ക് 1 മിനിറ്റ് ഇനിയും ഉണ്ട്, അതുകൊണ്ട് വലിയ ടെൻഷനില്ല. നമുക്ക് വേഗം എടുത്തൊരു ബണ്ണി ഫുഡ് താ. ഇതൊന്നാ ചെയ്യാം. ഇപ്പോൾ ബണ്ണി ഫുഡും ഇല്ല. വെയിറ്റ് നമുക്ക് ഈ റിവോൾവറാണ് എടുക്കാൻ. വെയിറ്റ് ടേക്ക് വെയിറ്റ് ഫെൽറ്റ് ആൻഡ് ബൂം. വെയിറ്റ് സ്പിയർ. യെസ് കിട്ടി. ഡബ്ല്യു ലെവൽ 4 ക്യാമ്പ് ഫയർ 3 മൾട്ടിപ്ലർ ഓക്കെ. നല്ലതാണ്. എന്നാലും നമ്മൾ കഴിഞ്ഞ പറഞ്ഞ പോലെയല്ല, കാരണം നമുക്ക് ആക്ച്വലി ഓപ്പൺ ഞാൻ ഇത്
അതിനാണ് കട്ടാവുന്നതല്ല നല്ല. അതിനാണ് നമുക്കൊരു ഹോസ്പിറ്റൽ കിട്ടീന്. പിന്നെ ഒരു ചെർച്ച് പോലത്തെ ചെർച്ച് സാധനമുണ്ട്, അതും കിട്ടീന്. പിന്നെ വോൾക്കാനിക് വേണം എനിക്ക്. ബേസിൽ കയറണ്ട. റാമല്ലേ റാം. റൈഫിൾ ആക്ച്വലി നോട്ട് റൈഫിൾ. ഞാൻ ലൈക്ക് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് ഈ ഷെഡ് ഉണ്ട്. അന്നേരം എനിക്ക് കാരണം എനിക്കറിയാം ഗണ്ണ് കിട്ടുന്നൊരു ഷെഡാണ്. അതുകൊണ്ട് കയറാണ്. ലോട്ട് വേഗം അടിച്ച് മാറ്റാം. ഓക്കെ. ഓ ലെതർ ബോഡി. ഓക്കെ. കഴിഞ്ഞ റണ്ണൊക്കെ ഒരു വ്യത്യാസമുള്ള നമുക്ക് സ്പീഡ് ആർട്ട് വേഗം തന്നെ കിട്ടീന്. ഒരു സിൽവർ ചെസ്റ്റ്. വെയിറ്റ് ഇവിടുന്ന് ആക്ച്വലി OP ലോട്ട് കിട്ടുന്ന ഇല്ല. അൺലക്കി 16 സെക്കൻഡ് ഇനിയുണ്ട് ഈ ദിവസം. സാറില്ല നേരത് കൈയിരിക്കും. 50 സെക്കൻഡ്. എന്തോ പേടി വരുന്നുണ്ട്. രാവിലെ റാം. ഓക്കെ ഫൈനലി ഒരു ഗോൾഡൻ ചെസ്റ്റ് അല്ലെങ്കിൽ സിൽവർ ചെസ്റ്റ് ആണ്. സാറിൽ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചത്ത്. ഓ മൈ ഗോഡ് ഗയ്സ്, ഞാൻ ചത്തിരിക്കുന്നു. ഓ മൈ ഗോഡ്. സോ നമുക്ക് എന്തായാലും പറ്റുന്നില്ല ജയിക്കാൻ. ചെയ്യാൻ അറിയില്ലായിരുന്നു. സാറില്ല നമുക്ക് അതിനെ നിർത്തിയിട്ട് പോകാമെന്ന് തോന്നുന്നു. ലൈക്ക് നമുക്ക് 90 നൈറ്റ്സ് നമുക്ക് 99 നൈറ്റ്സ് എടുക്കാം. കാരണം ഇതെവിടെ എത്തുന്നില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുള്ള സമയത്താട്ടോ നമുക്ക്, അല്ലെങ്കിൽ ലൈക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉള്ള സമയത്ത് ഞാൻ കളിക്കാം. അത് നമുക്ക് വേറൊരു ഗെയിം കളിക്കാം, ബെഡ് ബോസ്. ആക്ച്വലി ബെഡ് ബോസ് എനിക്കിഷ്ടമാണ്. ബോസിൽ ഞാൻ ഗോഡാണ്. സത്യം പറഞ്ഞാലും ഞാൻ ഗോഡാണ് ബെഡ് ബോസിൽ. ഇതെടുത്ത് ബെഡ് ബോസ് നോക്കി. ബെഡ് ബോസ് ഗോഡ് എന്നാണ് ബെഡ് ബോസ് W. ബെഡ് ബോസിൽ എന്താ കിറ്റ് നമുക്ക് ഞാൻ നിക്സാണ് ഉപയോഗിക്കല്. സോളോ എടുക്കാം. നിക്സ് ലക്കി ബ്ലോക്ക് സോളോ പറ്റില്ലല്ലോ അല്ലേ, ഡബിൾസ് എടുക്കാം. സോ ബെഡ് ബോസ് എന്ന് വെച്ചാൽ ഒരു ഫൈറ്റിംഗ് ഗെയിമാണ്. സോ മൈൻക്രാഫ്റ്റ് ബെഡ് ബോസ് പോലെ തന്നെ ഒരു ഫൈറ്റിംഗ് ഗെയിമാണ്. സോ ഞാൻ ആക്ച്വലി ഈ ഒരു ഗോഡെന്നല്ല പ്രോ ആണ്. 38 ലെവൽ. നിങ്ങൾ എന്താ തലയിൽ മീന്നത് ഞാൻ വെറുതെ സ്ട്രീമർ മോഡ് ഒരു തമാശക്ക് ഓണാക്കിയതാണ്. ഒരു രസത്തിന് ലൈക്ക് കാരണം നമുക്ക് ഇഷ്ടമാണ് ലൈക്ക് മീന്ന് കാണുന്ന മീ കിൽഡ് തളിയ ലൈക്ക് പേരിൽ ലൈക്ക് യൂസർ നെയിം കാണാണ്ട് നമുക്ക് കൊല്ലുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ്. കാരണം അവരെ യൂസർ നെയിം കാണണ്ടല്ലോ, അവരെ കിറ്റ് ചെയ്താൽ അറിയാൻ പറ്റൂ. അതൊരു ഉപകാരം. അതുകൊണ്ട് സ്ട്രീമറിനോട് നല്ലതാണ്. പിന്നെ നമ്മൾ വേഗം ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അൺലെസ് നമ്മൾ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ ലൈക്ക് അങ്ങനെ. കാരണം ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ പേര് കാണും തോന്നുന്നു, അറിയില്ല. സ്ട്രീമറോടിട്ട് ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്തില്ല. ഓക്കെ നമുക്ക് പിന്നെ എല്ലാവരും അറിയാൻ തന്നെ ലൈക്ക് നമുക്കല്ല ബെഡ് ബോസ് ലൈക്ക് ബേസിക്കലി ഇത് മൈൻക്രാഫ്റ്റ് ബെഡ് ബോസ് പോലെ തന്നെ ലൈക്ക് ബട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കിഡ്സ് ഉണ്ട്. മൈൻക്രാഫ്റ്റ് ബെഡ് ബോസിൽ കിഡ്സ് ഇല്ല. പിന്നെ മൊബൈൽ പ്ലേയേഴ്സിനുള്ള അഡ്വാൻറ്റേജ് ആണിത്. ഇതാ കണ്ട ഒരു ബ്ലോഗിന് ചിഹ്നം അതമർത്തിയ. സോ ഇത് ഡബിൾസാണ്, റാൻഡം ടീമൊക്കെയാണ്. സത്യം എനിക്ക് അറിയില്ല അവർ ആരാന്ന് പോലും അറിയില്ല. നമ്മുടെ ടീമേറ്റ് ഒരു സ്വെറ്റാണ്. ഇൻസ്റ്റൻറ്റ് പോയി ബെഡ് ഒട്ടിക്കുന്ന സ്വെറ്റിഷ് ടീമേറ്റ്.
literally bro. Sweet. സാറ് പൊട്ടിച്ചിട്ടില്ലേ സാറില്ല നമുക്ക് പൊട്ടിക്കാം. ഒരാൾ AFK നമുക്ക് പ്ലേറ്റിംഗ് എടുക്കാൻ പറ്റും. നോക്കാം. ഓക്കെ പ്ലേറ്റിംഗ് കിട്ടി. വെയിറ്റ് നമ്മളെ ബെഡ് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെയിറ്റ് അതൊരു സ്മോൾ പ്രോബ്ലമാണ്. വലിയതാണ്. ബ്ലോക്സ് എടുക്കുക വേഗം തന്നെ, കാരണം റഷ് ചെയ്യാൻ ചാൻസ് ഉറപ്പാണ്. അവിടെ ബെഡ് എടുക്കാൻ കുറച്ച് പാടാം. അവനെ അടിച്ചെന്ന് വെച്ചാൽ എനിക്ക് നിക്സ് കിട്ടുന്നുണ്ട്. അതറിഞ്ഞ് നല്ലതാണ്. സ്ഥലം ബെഡ് സിമ്പിളായിട്ട് ഫ്രിഡ്ജ് ഉണ്ടായി. നമുക്കൊരു ഗോഡാകാനുള്ള സാധ്യത. സിമ്പിൾ. ഓ മൈ ഗോഡ്, ഞാൻ കുക്കടാ. ഓ വെയിറ്റ്, അവൻ ആക്ച്വലി എന്നെ കൊല്ലും. അവൻ ശരിക്കും വെയിറ്റ് അത് ബ്ലൂട്ട്. ഓ മൈ ഗോഡ്, ഞാൻ കണ്ടിട്ടില്ല അവൻ അപ്പുറത്തോട്ട് പോയി. അത് ആക്ച്വലി ബാഡാ. ഓ മൈ ഗോഡ്, അത് ശരിക്കും ബാഡാ. നമുക്ക് ഇതിൻ്റെ മേലെ കയറാൻ നോക്കാന്നല്ല ചെയ്യാം. കയറാം എന്നിട്ട് ഓക്കെ, അത് നല്ലതാണ്. അത് നല്ല കാര്യം തന്നെ. നമുക്ക് ഇതുണ്ടാവും. ഇതിട്ടോ ഇതിൻ്റെ ബ്രിഡ്ജ് ഓടിക്കാം. ഇവിടെ ഒരു എൻ്റെ സാധനം അത് മതി. അവരോട് ഫൈറ്റ് ചെയ്തു. അവനെ വൈപ്പ് ചെയ്ത് ഗ്രൗണ്ടിയും വൈപ്പ് ചെയ്ത് ഗൈസ്. ഇനി നമുക്ക് ബ്രൗണിൻ്റെ ബെഡ് വെച്ച് വെക്കാം. ബ്രൗൺ എല്ലാവരും വൈപ്പ് ചെയ്ത് നമ്മൾ ഇനി വെറുതെ നിൽക്കണ്ട. ഓ ടാക്ടിക്കൽ ക്രോസ് ബോ ഡബിൾ നല്ലതാണ്. ആക്ച്വലി ഡബിൾ ബ്രൗണിൻ്റെ ബെഡ് പോയാ ഇല്ലല്ലോ. ബ്രൗണിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ പിങ്ക് വരുന്നത്. ഓക്കെ നമുക്ക് എടുക്കാം. ഈസി എടുക്കാൻ പറ്റും. നമുക്കറിയില്ല, നല്ല പ്ലേയേഴ്സാണ് തോന്നുന്നു ബ്രൗൺ. ഓ യെസ്, അവർക്ക് മറീനയുണ്ട്. മറീന നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കിറ്റ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കിറ്റ്. വെയിറ്റ് സിമ്പിൾ. ഓ മൈ എടാ കൂട്ടാ പട്ടിക്കാം. Oh my god, sweatish. Sweat ഇപ്പോൾ നമുക്ക് അങ്ങനെ ഗോഡ് ബോയ്സ്. ശരിക്കും വിചാരിച്ചു ഞാനവിടെ ചത്തു. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മിക്സ് ഇനി എപ്പോൾ കിട്ടുമോ നമുക്കറിയില്ല. സ്പിരിറ്റ്സാണ് അതിലോട്ട് പോകണ്ട. നോക്ക് ബാക്ക് ഉണ്ടാവും, നല്ല നോക്ക് ബാക്ക്. വെറുതെ ചാവണ്ട. ഇത് ഇനി ആകെയുള്ള ടീമല്ലേ ഇത്? യെസ് അതന്നെ.
ഓനെ കൊന്നു. വെയിറ്റ്, എല്ലാവരും ഇവിടെയാണോ? നമുക്ക് പാർട്ടി ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ കയറുന്ന അത്രയേ ഉള്ളൂ ഗൈസ്, അത്രയേ ഉള്ളൂ. എന്നിട്ട് പോയി എടുക്കുക, എന്നിട്ട് ഓനെ കൊല്ല ഗൈസ്, ഓനെ കൊല്ല നമ്മൾ ഇൻസ്റ്റൻ്റ് പോലും. എടാ അവനും ചത്തിടാ. എല്ലാവരും രണ്ട് ഗൈസ്, ഞാൻ ലിറ്ററലി ബെഡ് പൊട്ടിച്ചേനു. നൈസ് പ്ലേനു, പക്ഷേ ഗൈസ് ഞാൻ അത് ആപ്പിൽ നിന്നാണ് ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ. ആ കളി നമ്മൾ ജസ്റ്റ് അവൻ ലൈക്ക് സോബോൾട്ട് റക്കി ബ്ലോക്ക് എന്ന് കിട്ടുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനും വിചാരിച്ചു അവൻ ധാരണങ്ങാണ്ട് എടുക്കുന്നതെന്ന്. പിന്നെ മനസ്സിലായി. ബട്ട് ലൈക്ക് നമ്മൾ കഴിഞ്ഞ കളി ആക്ച്വലി സോളോ ചെയ്തിന്. നമുക്ക് ടീമേറ്റ് ഇല്ലേനു, ലൈക്ക് ടീമേറ്റ് ഉണ്ടേനു ആദ്യത്തെ കുറച്ച് കളി നേരം. അത് കഴിഞ്ഞിട്ട് അവൻ പോയിന്. നമുക്ക് ആ കളി ഞാൻ അടുത്ത അപ്പുറത്ത് ബ്രൗൺ ടീമില്ലേ, ബ്രൗൺ ടീമില്ലേ. അതൊന്നും മനസ്സിലാവുന്നില്ല. അവരെ ബെഡ് ആടിയല്ലേ ഏറ്റവും ഓക്കെ, ചെറിയ മിസ്റ്റേക്ക്, പിന്നെ ഒരു മിസ്കാൽക്കുലേഷൻ. സൈഡം ബെഡ് എടുക്കാൻ പോയിട്ട് നമ്മുടെ ടീമിലുള്ള ഒരു ആബ്സല്യൂട്ട് സ്വെറ്റാന്ന് തോന്നുന്നു. എൻ്റെ സ്വെറ്റിത്തരം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ, ബിൽഡ് വെയിറ്റ് നമ്മുടെ ടീമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. സെറ്റാണോ അങ്ങോട്ടോ നമുക്കറിയില്ല. ഓ മേൻ, അവനെ കൊന്നതേനു. നമ്മുടെ ടീമേറ്റ് ആക്ച്വലി ലൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ ആളൊന്നുമില്ല. ഓ അവൻ ക്രിപ്റ്റാണ്, വെറുതെ സ്കെൽട്ടൺ. ഞാനതാണ് വിചാരിച്ചേ സ്കെൽട്ടൺ. നമുക്ക് വേറെ ലെതറാണ് എന്നിട്ട് നമുക്ക് നമ്മൾ ഈ കളി ഒരു ലക്കി ബ്ലോക്ക് പോലും എടുത്തില്ല. അപ്പുറത്തായിരുന്നു പറയും ലെതറായിട്ട് നമ്മൾ സീൻ വോയിസ്. ഓക്കെ വെയിറ്റ്, ടീമേറ്റ് ശരിക്കും സെറ്റ്
സെറ്റാണെന്ന് തോന്നുന്നു. കാണാൻ കളി ഉണ്ടാക്കിയിട്ട് ഒരു ആക്ച്വൽ സെറ്റാണത്. വെയിറ്റ് ഉറപ്പം അയാൾ പെട്ടെന്നില്ല വെച്ചിട്ട് ഞാനൊരു ഗോൾ നമുക്ക് ടൈറ്റിലിട്ടു. കൊല്ലം അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്ത. ഓ അവനെ കില്ല് കിട്ടിയ എനിക്ക് ഇല്ല, അവനെ കിട്ടി. അവനായിരിക്കും തോന്നുന്നു. ബ്രിഡ്ജായ ഇവിടെ ഒന്നും ഇല്ല ലക്കി ബ്ലോക്ക്. ഓക്കെ ഇത് മതി ഗൈസ്. ഓക്കെ അപ്പം ബെഡ് എന്തായാലും ജീരീസാണ്. കാണോ CGDNDൻ്റെ സാധനമൊക്കെ കിട്ടിയ എന്താണ് ജീരീസ് വരും. കാണുന്നില്ല ബ്രോ. ക്രിറ്റിക്കൽ ഇത് ലക്കി ബ്ലോക്കിൻ്റെ ആണ്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമൊന്നും ഇല്ല, പഠിക്കണ്ട. ആക്ച്വലി ഇരുന്ന ലോക്കിന് ചെയ്യണം. ബെഡ് എടാ കിട്ടൂലത്. നമ്മളെ ലാസ്റ്റ് ഹോപ്പ് വരുന്നത്, പക്ഷെ അതാ പോയേ. ബെഡ് കിട്ടി. ഓക്കെ ഫൈനലി ബെഡ് കിട്ടി. കുറേ നേരം ഞാൻ കൂടി കളിക്കുന്നു. എന്നെ കളിക്കുന്നതാണ്, കളിക്കുന്നില്ല. ഓ ചത്ത് ബെഡ് കിട്ടി. ഞാൻ ഒന്നും ഇല്ല. ബെഡ് ബ്രേക്ക് പോട്ടിട്ട് സീനില്ല. അവൻ ചത്തു. മേ ബി അവൻ എസ്കേപ്പ് ആവും. മേ ബി ബ്രോ. ഇത് ആക്ച്വലി നല്ല ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറാം. ഓക്കെ വെയിറ്റ്. അവന് ലിറ്ററലി ട്രിക്സി ആയതുകൊണ്ട് അവൻ പറന്ന് പോകുന്നവൻ. കൊല്ല്. ഓ അവൻ്റെ നൈസ് പ്ലേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ലോക്കിൻ ചെയ്യാം. ഓക്കെ നമ്മുടെ സെറ്റിങ്സ് വളരെ ശരിയാണ്. ഇനി നമുക്ക് ലൈക്ക് ലോക്കിൻ ചെയ്യാൻ സമയം. ഓക്കെ ഇതൊരു ഗ്ലിച്ചാണ്. എന്തൊക്കെ എന്താ ഓക്കെ
നമ്മൾ പോയിട്ട് വേഗം ബ്ലോക്സ് എടുത്ത് നമുക്ക് മുങ്ങാം. എന്തായാലും ചാവും ഉറപ്പാണ്. കാരണം ബെഡ് എന്തായാലും കിട്ടും. പോയിട്ട് രണ്ടാള് നമ്മുടെ ടീമിലേക്ക് ഒരാൾ നമുക്ക് എന്തായാലും നമുക്ക് സർവൈവ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ലൈക്ക് ഈ ഒരു ഗെയിം ലോങ് ആണെങ്കിൽ ഇത് ലാസ്റ്റ് വീഡിയോ ലൈക്ക് ഇങ്ങനെ നമുക്ക് കൂടുതൽ ഗെയിം കളിക്കുന്നില്ല. കാരണം ടൈം ലൈക്ക് 40 minutes 20 seconds ആയി. ഓക്കെ, ഇനി നമ്മൾ വി ആർ ഔട്ട് ബോയ്സ്, വി ആർ ഔട്ട്. ഇങ്ങനെ ബിൽഡ് എന്ന് വെച്ചാൽ ബ്ലോക്സ് വേസ്റ്റ് ആണെങ്കിലും അവർ തന്നെ ഫോളോ കണ്ടിട്ട് കാരണം അവർ ട്രൈറ്റൺ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ലൈക്ക് എന്തൊരു സാധനം പറഞ്ഞിട്ട് വരുന്നുണ്ട് വേസ്റ്റ് വരുന്നുണ്ട്. വൈറ്റ് പിന്നെയുള്ള വൈറ്റാണ് അവരുടെ പോയിട്ട് മുട്ടാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ ബെഡ് ഇത് അവരെടുത്തിട്ടില്ല. ഓ അതെന്തല്ല നല്ലതാ. ഇപ്പം ഞാൻ ചാവേനോ എൻ്റെ ബെഡ് ഇതുവരെ എടുത്തിട്ടില്ല. കാരണം എന്താ ചെയ്തത് എനിക്കൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് ഒരു വേസ് പോയിട്ട് നമുക്ക് അയണാക്കണം. അവിടുത്തെ സീരിയ ഒരു ബോട്ട് ബ്രൗൺ ബേസ് ഇതൊരു നല്ല ബേസാന്ന് തോന്നുന്നു. എനിക്ക് വെയിറ്റ് ആരും ഓക്കെ അവരെടുത്ത് തരാണ്ട് ഇതാണ്. ഓ എൻ്റെ ബെഡ് കൊടുക്കില്ല, അതുകൊണ്ട് സീനില്ല. ഓ ഇവിടെ അതൊക്കെ മേലെ ബ്രിഡ്ജ് ചെയ്തേനു ചത്ത്. ഇവനെ കൊല്ലി ഓടോ ചത്ത്. ബെഡ് പൊട്ടി. അവരെന്തായാലും വരും ഇപ്പോൾ. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സത്യം പറയുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഓ മൈ ഗോഡ്. മുതലേ ലിറ്റിൽ അയ്യണാവുന്നതാണ് മുട്ടാൻ പോയി എന്തെങ്കിലും ചാവും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എഗ് വൈറ്റാ പിന്നെയുള്ള എനിക്ക് നല്ലതായിട്ട് എടുക്കാൻ കാരണം സോൾവാണ്. ബട്ട് എൻ്റെ ബെഡ് ഇതുവരെ പൊട്ടിച്ചില്ല. അതെന്താന്ന് എനിക്കും അറിയില്ല. ഓക്കെ സയാൻ പോയി വെയിറ്റ്. അവരെ ബേസ് പോയി നമുക്കൊന്ന് ഗിയറപ്പ് ആവാം. ഓക്കെ വെയിറ്റ്, അത് ആക്ച്വലി നല്ലതാണ്. ഓ മൈ ഗോഡ്, പർപ്പിൾ മെജൻഡ ടീമാണെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ കെയറിങ് ബ്രോ. എൻ്റെ വേറെ ആടുണ്ട്. ഓക്കെ ഇതെന്താ നമുക്ക് ഇതെല്ലാം ഇട്ട് മതി. ലെതർ ആർമറാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്നാലും ഇതിൻ്റെ മേലെ മിഡിൽ കണ്ട സംഭവം അതിൻ്റെ മേലെ പോകാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഗിയറപ്പ്. കാരണം അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും കൂടുതൽ ലക്കി ബ്ലോക്സ് ഉണ്ടാകുന്നത് യൂഷ്വലി അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഇല്ലെങ്കിലും ഉണ്ട് കുറച്ച്. അത് മതി. ഇത് നമുക്ക് ആക്ച്വലി കുറേ ആൾക്കാർ നമ്മളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ചത്തിട്ടില്ലേ? ഞാൻ അങ്ങനെ ചാവാത്തേ. ഫോഴ്സ് ഫീൽഡ് ഉണ്ടാവും ചാവുന്നു. അവസാനം ക്ലച്ച് നമുക്ക് കിട്ടിയ ഭാഗ്യത്തിന്. യെസ്, 2 ഫ്ലസ് കഴിയുമ്പോൾ ബ്ലോക്ക്. ഓക്കെ നമുക്ക് സ്ലൈം ബ്ലോക്ക് വെച്ചിട്ട് ട്രാവൽ ചെയ്യാം. 2 ബെഡ് കൊടുക്കുന്നുണ്ട്.
അത് കിട്ടുമെന്നറിയില്ല ഗൈസ്. കിട്ടുന്നില്ല. ബെഡ് പൊട്ടി നമ്മൾ എന്ത് ചെയ്യാൻ അറിയില്ല. ഓക്കെ ഡബ്ല്യു ക്ലച്ച്. താങ്ക് യു ഇതിന് സപ്പോർട്ടിങ്. ഓക്കെ എന്തായാലും അത് നല്ലതായി. എന്താ പറയുക ബില്യൺ. ഓക്കെ ബില്യണാണ് ഗൈസ്. ഞാൻ വേറിയുന്നില്ല. ഒരു ഫൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയ അത് മിസ്സായി. ചത്ത് എന്ന് വെച്ചാൽ നെറ്റിൽ കൂട്ടാം. സർവൈവ് ചെയ്യാനിലേക്ക് നമ്മൾ സ്ലൈം ബ്ലോക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് തീരെ ആഗ്രഹമില്ലാത്തതുകൊണ്ട് തന്നെ തീരെ ആഗ്രഹം ടോപ്പിൻ്റെ ഒരു ആഗ്രഹം സാക്രിഫൈസ് എന്തായാലും എന്തായാലും നമ്മുടെ അടുത്ത് വരില്ല. എൻ്റെ അടുത്ത് പറത്തിക്കൊണ്ടു. നമുക്ക് നമ്മൾ തിരിച്ച് ബേസ് പോകാം. അവിടെ നമുക്ക് ആൾക്കാരുണ്ടാവും. പോയാലല്ലേ പറ്റും. അത്ര കണ്ടീസ് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതാ ഞാൻ പകരാത്ത. ഞാൻ ലിറ്ററലി കളി ഫുള്ള് എനിക്ക് തരാൻ പറ്റും. ഓക്കെ ഞാൻ വെച്ചിട്ട് പോവാം. റൈറ്റനാണോ അതോ ഞാൻ ഓടണം ഇങ്ങനെ? അവൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. അതിൻ്റെ ബ്രിഡ്ജ് പൊട്ടിക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ബേസ് പറ്റി റൂട്ട് ചെയ്യാം. Oh yes bro. Yes. വീണ്ടും സാധനം കിട്ടി നമുക്ക്. അതാണ് തന്നെ അതാണ് ഓർമ്മ. ഇത് കഴിയുമ്പോൾ സാൻഡ് ആണല്ലോ. അയാണ് ഓർമ്മ കിട്ടിയാൽ പേരുന്നതിന്. യെസ് ഫൈനലി യെസ്. കുറേ നേരമായി ഏടാത് പോയി ജമ്പോട്ടത് നാട്ടിയുടെ മറന്നുപോയി. സ്ഥലം നമുക്കൊരു അയൺ യൂസ് സോഡ് കിട്ടി. വേണ്ട അതായത് നമുക്കിതിൽ ചത്തിട്ടില്ല. നമുക്ക് അതിനൊരു അതിശയമാണ് ഒട്ടിച്ചിട്ട്. ഓക്കെ അതവിടെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആക്ച്വലി അത്യാവശ്യം
യെസ് നമ്മൾ സ്ലൈം ബ്ലോക്ക് അത് വെയിറ്റ് അത് നമുക്ക് കളക്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ താങ്ക് യു ബ്രോ. ഓ ബോട്ടി ഓപി ബോ. Yeah bro, you got a tie. ഇന്ന് ഞാൻ കൊള്ളൂല. പേടിക്കണ്ട. ചത്തിട്ടില്ല. ഞാൻ ചത്തിട്ടില്ല. ഞാൻ ശരിക്കും വിചാരിച്ചു അവൻ്റെ അടുത്ത് ടി പി ആണ് നോക്കി ഞാൻ. ഞാൻ ശരിക്കും നോക്കടാ. ഓ മൈ ഗോഡ്, ഞാൻ ശരിക്കും ലൈക്ക് ജസ്റ്റ് മിസ്സാണ് ജീവിച്ചു പോയത്. പക്ക ആക്ച്വലി നല്ല ഡാം വന്നിനി. അതുകൊണ്ട് എൻ്റെ പകുതി മുക്കാൽ എച്ച് പിയും പോയി. ഓ സ്പോ ബോളുണ്ട്. വെയിറ്റ് സ്പോ ബോളുണ്ട് നല്ലൊരു തോന്നുന്നു. ഓ നോ ബ്ലോക്സ് ഏറ്റവും വലിയ തെറ്റത് തിരിച്ചു വീസിപ്പോൾ സ്ലൈം ബ്ലോക്ക് അത്. ഞാൻ സ്ഥലം ഓപ്പോസിറ്റ് ടീമിൽ വെയിറ്റ് അതേ നമ്മൾ വെയിറ്റ് അതിൻ്റെ അർത്ഥം ഓ ഞാൻ ഇത്ര നേരം സർക്കിൾ അതാ നമ്മൾ എന്നെ കൊന്ന ടീം അല്ലേ ബ്ലൂ. ഓക്കെ ഞാൻ വിചാരിച്ചോ അങ്ങനെ എൻ്റെ ബേസ് അതിൻ്റെ അപ്പുറത്തന്നെ ഭൂതമായി ഞാൻ അടിക്കാണ് പോകുന്നത്. വേറെ ഒന്നിനും ഞാനിപ്പോൾ സ്റ്റാക്കായിക്കൊണ്ടിരിക്കുന്നു. സേജിടുണ്ട് പൗഡർ നല്ലത്. യൂസുണ്ട് നല്ലത്. നമുക്ക് നോക്ക് ബാക്ക് ബക്കറ്റ് എന്തായാലും ബ്ലോഗ്സിലോ വൈസ് നമുക്ക് പോയിട്ട് വരാം. ഓ ഡയമണ്ട് ആണ് ഡബ്ല്യു നല്ല ലക്കി ബ്ലോക്ക്. അതാര്
നോട്ടീസ് ചെയ്തിട്ടില്ല. വെയിറ്റ് ടിയർ 3 ചെന്നാ. ഓ ടിയർ 3 നൈസ്. അവനെ കൊല്ലുന്നില്ല, അതുകൊണ്ട് കീ കിട്ടും. അതൊക്കെ തീരെ വേണ്ട. എന്തായാലും അത് ആക്ച്വലി നല്ല സ്ഥലം. എനിക്ക് ഇഷ്ടം അവനെ കിട്ടുന്നുണ്ട്. ഞാൻ ലിറ്റിൽ സ്റ്റാഗണം. എന്തായാലും അവനെ കൊല്ലും. എങ്ങനെയാണെന്ന് അറിയില്ല. കൊല്ലണം. വരാത്ത കൊല്ലലായിരിക്കും അത്. വരാത്തൊരു കൊല്ലേ. യൂസ് ഈ സോഡ ഡയമണ്ട്സ് സ്പാം ഡോള ചാത്തിട്ടില്ല ഗൈസ്. ഓക്കെ സാധനം ഇഷ്ടമില്ല. ബാക്ക് പാക്ക് അറിയുമ്പോൾ അവൻ്റെ ബെഡ് പൊട്ടിക്കണ്ട ആലോചിച്ചിട്ട്. ബെഡിപ്പം പൊട്ടും തന്നെ പോലെ. എൻ്റെ അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് വിടാം. എന്താ കിട്ടിയാണോ പറഞ്ഞത്. ഓ അവർ കുത്തു ഫസ്റ്റ് വരുന്ന കൂടാം.
റെഡി ആരടി നമ്മളെ കൊന്ന ആൾക്കാർ നമ്മൾ റിവെഞ്ച് എടുക്കും. അവരെ ആദ്യം കൊള്ളും, അത് ഉറപ്പാണ്. ഹലോ ബ്രോ, എന്നെ ഓർമ്മയുണ്ടോ? ഹലോ കൊല്ലം തിരിച്ച് വരട്ട് പോവാം. വലിയൊരു ആപ്പിൾ ഹീലാവാം എന്നിട്ട് മറ്റവനെ കൊല്ലണം. അതെങ്ങനെയാ? അവനെൻ്റെ മറ്റേ ക്ലൗഡ് കയറിയിട്ടുണ്ട് സൈഡിൽ. ഒരു പറക്കും താനറിയില്ലെങ്കിൽ അവനെ വേഗം കൊല്ലാം. ഇവിടെ കിട്ടിയിട്ടുള്ള പക്ഷേ ആമോ എഴുതിയില്ല പോണ്ട. ഓക്കെ, ഇത് ഓക്കെ. ഇനി നമുക്ക് ഒരാളുടെ ബ്ലൂ ആണ് പറന്ന് കളിക്കുന്നത്. തൽക്കാലത്തേക്ക് അവനെ കൊല്ലും. തൽക്കാലത്തേക്ക് ഇപ്പം കയറുണ്ടോ? നടന്നിട്ടില്ല. നമുക്ക് കുറച്ച് ടെലപ്പാളാക്കിയിട്ട് തിരിച്ച് ബേസിലോട്ട് പോകണം. എന്നിട്ട് നമുക്ക് തിരിച്ചാലോ. കാരണം ഇവ നല്ലൊരു ഇവര് നല്ല സ്റ്റാക്കടാ. ഓ മൈ ഗോഡ്, 1 ഹവറായി. സാരില്ല, അവൻ എന്തായാലും കൊന്നിരിക്കും. ഒന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞല്ലോ ആകാശൻ്റെ കണ്ണീര് കുടിക്കാം. ഓടോ, അവൻ കൊന്നെന്നെ. സ്റ്റാക്ഡായിരുന്നു. ബ്ലാക്ക് ഹോള് കണ്ടിട്ട് അപ്പാട് ബ്ലാക്ക് ഹോൾ. ഓക്കെ, എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ സിദ്ധു. ഗുഡ് ബൈ.